പത്രമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മുത്തശ്ശൻ അനഘയെ കാണുന്നുണ്ടല്ലോ. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഏത് കൊച്ചുമോനാണ് നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന്. പക്ഷെ അതിന് ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോഴേക്കും മരണം അവളെ കീഴടക്കി കഴിഞ്ഞിരുന്നു. പിന്നീട് മുത്തശ്ശനും ആദർശും അഭിയുമൊക്കെ അനഘയുടെ വീട്ടിലും പോകുന്നുണ്ട്. അവിടെ അനഘയുടെ ബോഡി കരികിൽ നിന്നും കരയുന്ന അവളെ മോളെ കാണുന്നുണ്ട് മുത്തശ്ശൻ. അതുമാത്രമല്ല കേട്ടോ, അവിടെ അനഘയുടെ വീട്ടിൽ ആദർശിൻ്റെയും അനഘയും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. അഭി ആ ഫോട്ടോ ഒക്കെ നോക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. ഏതായാലും ആദർശിന് കൊടുക്കാനുള്ള നല്ലൊരു എട്ടിൻ്റെ പണി അഭി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അഭി ചെയ്ത തെറ്റ് ആദർശിൻ്റെ തലയിലാക്കാനുള്ള പരിപാടിയിലാണ്. അതിനു വേണ്ട എല്ലാ പ്ലാനിങ്ങും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അഭി. അനഘയുടെ ബന്ധുവാണെന്നും പറഞ്ഞ് രണ്ടുപേരെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുമുണ്ട്. അവർ ആദർശിനോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് നീ അവളെ കൈവിട്ട് കളഞ്ഞല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ആദർശിനിങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. പിന്നെ ആദർശമൊത്തുള്ള ഫോട്ടോ അവിടെ കാണിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ടും കേട്ടും ആദർശിന് നല്ലോണം ദേഷ്യം പിടിച്ചിട്ട് അവരെ തല്ലാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പേരും പറഞ്ഞ് വെറുതെ എന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചാൽ അതൊന്നും സമ്മതിച്ചു തരാൻ ഞാൻ ഒരുക്കമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോരാൻ നോക്കുന്നുണ്ട്. അപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചന്തുമോൾ വന്ന് ആദർശൻ്റെ ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട്. അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അച്ഛ എന്ന് വിളിച്ചിട്ട് എന്നെയും കൊണ്ടുപോകും അച്ഛ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് കണ്ട് മുത്തശ്ശൻ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. വേറെ വഴിയില്ല, അതുകൊണ്ട് കുഞ്ഞിനെയും എടുത്ത് അനന്തപുരിയിലേക്ക് വരാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, നിന്റെ ദേഹത്ത് ചളി വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് നമ്മുടെ കമ്പനിയെ കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ കമ്പനിയെ സംരക്ഷിക്കാൻ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്തേ മതിയാകൂ. അങ്ങനെ അവർ 3 പേരും കുഞ്ഞുമായി അനന്തപുരിയിൽ എത്തുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിൽ കയറി വരുന്ന സമയത്ത് കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് അഭിയാണ്. അഭി നല്ല കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. അഭിയുടെ മുഖം കണ്ടാൽ വളരെ പാവം തോന്നും. പക്ഷെ എല്ലാ തെറ്റും ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിലാണ് കുഞ്ഞിനെയും എടുത്തു വരുന്നത്. ഇതോടെ ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.